എൽജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇത് മനസ്സിൽ എൽജോയ്ക്ക് വേണ്ടി ഷംബാളമ്മ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. എല്ലാ മരിച്ചവർക്കും വേണ്ടി നമ്മൾ ഇന്നും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയും നമ്മുടെ മരണത്തിൽ ആരെങ്കിലുമൊക്കെ ഇതോർത്ത് പ്രാർത്ഥിക്കട്ടെ എന്നോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ കുഞ്ഞു വെന്തിക മാതാവേ, എൽജോ മരിച്ചുന്നതത്തിലെത്തുമ്പോൾ എൽജോയ്ക്കായി സ്വർഗത്തിന്റെ വാതിൽ തുറന്നിടണം, നരകത്തിന്റെ വാതിൽ അടച്ചിടണം, ശുദ്ധീകരണ സ്ഥലത്തിന്റെ വാതിൽ ചാരിയിടണം. ഇത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, എൽജോ എന്ന മകൻ ഇപ്പോൾ സ്വർഗത്തിലാണ്. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ഒരു നാടിൻ്റെ തീരാ നൊമ്പരമായി മാറുകയാണ് എൽജോ എന്ന 11ാം ക്ലാസ്സുകാരൻ്റെ വിയോഗം. സൈബർ യുഗത്തിന്റെ അപ്പസ്തോലൻ എന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധ കാർലോ അക്വിറ്റസിനെ പോലെ തന്റെ ഭൂമിയിലെ ജീവിതത്തിലെ ചുരുങ്ങിയ കാലം കൊണ്ട് ദൈവത്തെ പ്രകീർത്തിച്ച് അനേകം കുഞ്ഞുങ്ങൾക്കും യുവാക്കൾക്കും ക്രിസ്തുവിനെ പകർന്നു കൊടുത്തുകൊണ്ട് നിത്യതയിലേക്ക് യാത്രയായ എൽജോ സജിയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പ്രാർത്ഥനാപൂർവം പങ്കുചേരുകയാണ് ഷെക്കേന ന്യൂസ്. ഒരു നാടിന്റെ തന്നെ നോവായി മാറുകയാണ് എൽജോ എന്ന 11ാം ക്ലാസ്സുകാരന്റെ വിയോഗം. ഉദയനക്ഷത്രം പോലെ കാണുന്നവർക്കെല്ലാം പ്രകാശം പരത്തിക്കൊണ്ട് ഒരു 17 വയസ്സുകാരൻ KCYM-കാരൻ ഇന്ന് നമ്മളോട് യാത്ര പറയുമ്പോൾ എൽജോ എന്ന ആ യുവാവിന് ഓരോ ക്രിസ്ത്യാനിയോടും പറയുവാനുള്ളത്, തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ജ്വലിക്കുന്നവരായി മാറുവാൻ എൽജോ എന്ന ആ 17കാരൻ നമുക്കെല്ലാവർക്കും മാതൃകയാണ്. തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. ഇതുവരെയും ശരിക്കും ഞാൻ എൽജോയുടെ മുഖത്ത് നോക്കിയിട്ടില്ല. എൻ്റെ മനസ്സിലുള്ളത് അവൻ്റെ ചിരിക്കുന്ന മുഖമാണ്. എനിക്കത് മതി. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ മുഖത്ത് നോക്കാത്തത്. അവൻ്റെ കൈകളിൽ അവൻ വഹിച്ചിരിക്കുന്ന കുരിശും അവൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ഞാൻ കൂടുതലും നോക്കിയത്. എനിക്ക് ആ ചിരിക്കുന്ന മുഖം എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ട് ഇനിയും പല അവസരങ്ങളിലും എൻ്റെ ഈ ഇടവക കുടുംബത്തിലെ യുവജനങ്ങളോട്, കുട്ടികളോട് പറയാനുണ്ട്, നിങ്ങൾ ആരെപ്പോലെയാണ് ജീവിക്കേണ്ടത്, നിങ്ങളുടെ ഹീറോ ആരായിരിക്കണമെന്ന് ചോദിച്ചാൽ വളരെ സൈലൻ്റായും എന്നാൽ തൻ്റെ നിശബ്ദതയിൽ തൻ്റെ ചിരിക്കുന്ന മുഖത്തും കൊണ്ട് ഒരു യഥാർത്ഥ ക്രിസ്തുവിൻ്റെ മകൾ എങ്ങനെയായിരിക്കണമെന്ന് ഒക്കെ കാണിച്ചു തരാൻ ഒരു ഉദാഹരണം എൽജോ ആയിരുന്നു എന്നത് ഞാൻ നിർത്തുകയാണ്. പെട്ടെന്ന് തലച്ചോറിലേക്കുണ്ടായ സ്ട്രോക്കാണ് മരണകാരണമായത്. ഒരു ഉദയ നക്ഷത്രം പോലെ കാണുന്നവർക്കെല്ലാം സന്തോഷം പകർന്നുകൊണ്ട് ജീവിതം ഈശോയ്ക്ക് മാറ്റിവെച്ച എൽജോ നിത്യഭവനത്തിലേക്ക് യാത്രയാകുമ്പോൾ കേരള സഭയിൽ നിന്ന് വിശുദ്ധിയുടെ ഒരു പനിനീർ പുഷ്പം കൂടി സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ വിരിയുകയാണ്. ഞാൻ അങ്ങാടിക്കടവ് KCM യൂണിറ്റിന്റെ പ്രസിഡന്റാണ്. എൽജോയെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എപ്പോൾ കണ്ടാലും നമ്മളെ നോക്കി ചിരിക്കുന്ന ഒരു മുഖമാണ്. എപ്പോഴും തൻ്റെ കൂട്ടുകാരോടൊത്ത് ചിരിച്ച് കളിച്ച് നടന്നുകൊണ്ടിരുന്നതായിരുന്നു എൽജോ. നമ്മുടെ KCMൻ്റെ എല്ലാ മീറ്റിങ്ങിലും അതേപോലെ എല്ലാ പരിപാടികളിലും തൻ്റെ കൂട്ടുകാരോടൊത്ത് വളരെ സജീവമായി പങ്കെടുത്ത് നമ്മളെ എപ്പോഴും സഹായത്തിന് ഉണ്ടായിരുന്നതായിരുന്നു എൽജോ. അപ്പം എൽജോയുടെ വിയോഗം എന്നത് അങ്ങാടിക്കടവ് KCM യൂണിറ്റിനും അതേപോലെ നമ്മുടെ ഇടവകയ്ക്കും തന്നെ വളരെ വലിയൊരു നഷ്ടമാണ്. ആശ്വാസം പകരാൻ പറ്റുന്നതല്ല ഈ ആകസ്മിക വേർപാടെന്ന് തലശ്ശേരി അതിരൂപതയും മനസ്സിലാക്കുന്നു. എൽജോയുടെ
വേർപാടിൽ വേദനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും ഇടവക സമൂഹത്തോടും വിശിഷ്യ സജിയോടും ഷീജയോടും ഏഞ്ചലിനോടും തലശ്ശേരി അതിരൂപതയ്ക്കുള്ള അഭിമന്യ മാർ ജോസഫ് തമ്പ്രാനി പിതാവിന്റെ പേരിലുള്ള ആത്മാർത്ഥമായ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രിയ കുഞ്ഞെ, നിന്റെ വേർപാട് ഞങ്ങളിൽ വേദന ഉളവാക്കുന്നു. എങ്കിലും മരണം ശാശ്വതമായ ഒരു വേർപാടല്ലല്ലോ. സ്വർഗത്തിൽ നിന്നെ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നിനക്ക് വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നു. നിന്നെ പോലെ വിശുദ്ധനായ മറ്റൊരു കാർലോ അക്വിറ്റസ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി, യുവജനങ്ങൾക്ക് മാതൃകയാകുവാൻ വേണ്ടി. ഷെഗന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അനുഗ്രഹിനൊപ്പം അമലൈ ടോം, കണ്ണൂർ.